എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല സോഫ്റ്റായിട്ട് ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. തലേ ദിവസത്തെ ചോറിൻ്റെ ബാക്കിയും അരിപ്പൊടിയും ഉപയോഗിച്ചാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഈ രീതിയിൽ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ചോറ് കൊണ്ട് തന്നെ ഇടിയപ്പത്തിനുള്ള കൂട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഇവിടെ 1.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒട്ടും കട്ടയില്ലാത്ത അരിപ്പൊടി വേണം എടുക്കാൻ. കട്ടയുള്ള അരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ബ്ലോക്കായി പോകാനുള്ള സാധ്യതയുണ്ട്. മിക്സിയിൽ പൊടിച്ചെടുക്കുന്നതിന് പകരം ഒരു അരിപ്പയിൽ അരിച്ചെടുത്താലും മതി. അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 250 മില്ലിയുടെ കപ്പിൽ 2 കപ്പ് ചോറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചോറിലുള്ള ജലാംശത്തിൻ്റെ അളവും വേവും അനുസരിച്ച് അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ച് മാറാവുന്നതാണ്. ചോറ് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുത്ത ചോറ് അരിപ്പൊടിയിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചോറിൻ്റെ അളവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇടിയപ്പത്തിനുള്ള കൂട്ട് ഈ ഒരു ഷേപ്പിലാക്കുകയാണെങ്കിൽ ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നിറയ്ക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. ഇടിയപ്പത്തിൻ്റെ കൂട്ട് അച്ചിൽ നിറച്ചതിന് ശേഷം അച്ച് നന്നായിട്ടൊന്ന് മുറുക്കി അടയ്ക്കാം. ഈ ഒരു തരത്തിലുള്ള അച്ചല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള അച്ച് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. ഈ ഒരു സമയം ഇടിയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അപ്പച്ചമ്പിൽ ഇടിയപ്പം വേകുന്നതിനാവശ്യമായുള്ള വെള്ളം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കുന്നുണ്ട്. അപ്പച്ചമ്പിൽ സാധാരണയായി 3 തട്ടുകളാണ് കിട്ടുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ തട്ടും വലിയ തട്ടുമാണ് ആദ്യത്തെ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അച്ചിൽ കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടിയപ്പം അച്ചിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇടിയപ്പത്തിൻ്റെ വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് വേവിക്കാനുള്ള ഇടിയപ്പം റെഡിയാക്കിയെടുക്കാം. ആദ്യം ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ കൂട്ട് അച്ചിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചോറ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഇടിയപ്പം നമ്മൾ സാധാരണ തിളച്ച വെള്ളത്തിൽ അരിപ്പൊടി കുഴച്ചുണ്ടാക്കുന്ന ഇടിയപ്പത്തിനേക്കാൾ വളരെ സോഫ്റ്റാണ്. അടുത്തതായി ഇതിലേക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ശേഷം തേങ്ങയുടെ മുകളിലായിട്ട് വീണ്ടും ഇടിയപ്പത്തിൻ്റെ കൂട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര വലിപ്പം വേണം അത്രയും വലിപ്പത്തിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്കുള്ള ഇടിയപ്പത്തിൻ്റെ തട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ സമയമായപ്പോഴേക്ക് ഇടിയപ്പം വേവിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തീ കുറച്ചിട്ടതിന് ശേഷം വേണം ഇതിലേക്ക് ഇടിയപ്പം ഇറക്കി വയ്ക്കാൻ, അല്ലെങ്കിൽ കൈ പൊള്ളിപ്പോകും. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇടിയപ്പം റെഡിയായി കിട്ടും. ഇടിയപ്പം വെന്ത് വരുന്ന സമയത്ത് ഇടയ്ക്കുള്ള ഒരു തട്ടിലും കൂടെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്നതിനുള്ള കൂട്ട് റെഡിയാക്കി വെക്കാം. ആദ്യം ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന ഇടിയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.